Welcome to Mr. Renji Educational YouTube channel. Please watch, share, subscribe and click bell icon for further use. നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. മിസ്റ്റർ രഞ്ജി എന്ന എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ എടുക്കുന്നത് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി ആണ്. അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അതാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അതായത് പദാർത്ഥ സ്വഭാവം. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരു ചിത്രം കാണാം അല്ലേ? എന്താണ് ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കാം. ഒരു ചിത്രം. ഇത് നിങ്ങളെ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ടംബ്ലർ ഉണ്ട്, അതിൽ ഒരു ഗ്ലാസ്, അതിൽ കുറച്ച് വെള്ളം, ഒരു പെൻസില്, പിന്നെ ഒരു സ്പെക്സ് ഉണ്ട്, ബലൂണ് നിറച്ചു വെച്ചിരിക്കുന്ന ബലൂൺ ഉണ്ട്, ഒരു കാർഡ്ബോർഡ്. ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റ് സീൻ ഇൻ ദി പിക്ചർ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ കാര്യങ്ങളൊക്കെയാണ് എന്തുള്ളത്, ആ ഒബ്ജക്റ്റുകളൊക്കെയാണ് സാധാരണ ഇതിൽ കാണുന്നത്. വാട്ട് ആർ ദ മെറ്റീരിയൽ പ്രസന്റ് ഇൻ ഈച്ച് ഒബ്ജക്റ്റ്? അപ്പോൾ തന്നിരിക്കുന്ന ഓരോ ഒബ്ജക്റ്റിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ഒന്ന് ബലൂണിന്റെ ഉള്ളിൽ എന്തായിരിക്കും? ബലൂൺ നിറച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? സോ വാട്ട് ഈസ് ഇൻസൈഡ് ദ ബലൂൺ? there are some എയർ അല്ലേ? എയർ ഉണ്ടാവും അല്ലേ? വായു ഉണ്ടാവും. പെൻസിൽ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് സബ്സ്റ്റൻസസ് അല്ലേ? സോളിഡ് ഖരവസ്തുവാണ്, അതായത് ഖരം അല്ലേ? ടംബ്ലർ, ഇനി അടുത്ത് അങ്ങോട്ടുണ്ട്. ടംബ്ലർ ഒക്കെ ഉണ്ടെങ്കിൽ ടംബ്ലർ എന്തായിരിക്കും? ഗ്ലാസ് ടംബ്ലറിൽ വാട്ടർ ഉണ്ട്, ഇൻസൈഡ് ദ വാട്ടർ ആണ് അല്ലേ? വാട്ടർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരുപാട് സബ്സ്റ്റൻസുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? സോ മെനി ഒബ്ജക്ട്സ് ഓഫ് diverse nature around us, all these are made up of different materials. We are familiar with the physical state of materials, which are the different physical states of materials seen around us. ഒരുപാട് സബ്സ്റ്റൻസുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ? ഒരുപാട് ഒബ്ജക്ട്സ്. സോ ഓൾ ദീസ് ഒബ്ജക്ട്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ് ഓരോ ഫിസിക്കൽ സ്റ്റേജ്. അതിന് ഓരോന്നിനും ഓരോ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഉണ്ട്. ഏതൊക്കെ ഫിസിക്കൽ സ്റ്റേറ്റ്സുകളാണ് ഉണ്ടാകുക? ഒന്ന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ? അത് നമുക്ക് നോക്കാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഓരോന്നിൻ്റെ അതിനെ കുറിച്ച് ടേബിളിനനുസരിച്ച് നോക്കാം. ഓക്കെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇപ്പോൾ തന്നിരിക്കുന്ന നേരത്തെ ചിത്രത്തിൽ നമുക്ക് ഇവിടെ ക്ലാസിഫൈ ദ tabulated the materials given in the picture on the basis of their physical states അടിസ്ഥാനമാക്കി നോക്കാം. സോളിഡ് സ്റ്റേറ്റ്സ് പറയുന്നത് എന്തൊക്കെ സബ്സ്റ്റൻസ് ആയിരുന്നു ഇതിൽ സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്? നോക്കാം എന്തൊക്കെയായിരുന്നു സോളിഡ് സ്റ്റേറ്റ്സ് ആയിട്ട് നമ്മൾ കണ്ടത്. ഈ ഇൻസ്ട്രുമെന്റ് ബോക്സ്, പെൻസില്, സ്പെക്ടക്കിൾസ്, അതുപോലെ ദെൻ കാർഡ്ബോർഡ്സ്, ഓൾ ആർ ദി സോളിഡ് സ്റ്റേറ്റ് nature. Okay, and this glass is also made up of solid, and inside the glass there is some water. So this water is which physical state? Water is made up of the liquid. Okay, physical state is liquid. And in the case of balloon inside the balloon there are air, some air presence in there. So this air is in gaseous state. Okay, so solid state instrument was like contents are there, and liquid case water is there present, and in the case of gas, so the inside the balloon there are some air. So this air is a gaseous state. Okay, ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. So what are the important properties of materials? എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണെന്ന് നോക്കാം. ഇതിനൊക്കെ ഓരോന്ന് പ്രത്യേകമായിട്ടുള്ള. ഇറ്റ്സ് റിജിഡ് ആണ്, ഇത് സ്ട്രോങ് റിജിഡ് ബോഡി ആയിരിക്കും സോളിഡ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആയാസം ഉണ്ടാവും. ഗ്യാസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈലി ഉണ്ടാവും. നമുക്കത് പഠിക്കാം. ഈ ചാപ്റ്ററിലെ ഡീറ്റെയിൽസ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. ലെറ്റ് us find out through some activities. ഒരു ചെറിയ ആക്ടിവിറ്റീസ് നോക്കാം. ഇതിൽ നമുക്ക് വേണ്ട മൂന്ന് പ്രോപ്പർട്ടീൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആ ലാസ്റ്റ് ഒരു ടേബിളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിലൊന്നാണ് നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയിലൂടെ ആദ്യത്തെ രണ്ട് ആക്ടിവിറ്റിയിലൂടെ നമ്മളത് വിശദമാക്കി നോക്കാം. സോ ഒബ്സർവ് ദ പിക്ചർ. വാട്ട് ആർ ദി തിങ്സ് റിക്വയർഡ് ടു ഡു ദ എക്സ്പെരിമെന്റ്? ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വേണം നോക്കാം. ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ എന്തൊക്കെയാണ്? ഒരു
ഗ്ലാസ് ടംബ്ലർ അല്ലെങ്കിൽ ഒരു വലിയ കാണാൻ കഴിയുന്ന ഒരു പാത്രം ഉണ്ടായിരിക്കണം, വിസിബിൾ ആയിട്ടുള്ള പാത്രം, ഒരു ഗ്ലാസിന്റെ. ആൻഡ് വൺ സ്റ്റോണോ അതുപോലുള്ള സോളിഡ് സബ്സ്റ്റൻസ് എന്താണോ ഉള്ളത് അതിടുക, അലിഞ്ഞു പോകാത്തത്. ദെൻ ഒരു ത്രെഡ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്, ഈ സ്റ്റോണിന്റെ മുകളിൽ കെട്ടിയിട്ട് എന്ത് ചെയ്യാണ്, സാധാരണ നോർമൽ കേസിൽ വാട്ടർ ലെവൽ ഹിയർ ഇവിടെ വരെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇൻക്രീസ് ചെയ്യുന്നില്ല, കണ്ടില്ലേ. സോ വാട്ടർ ലെവൽ ഇൻക്രീസസ് അല്ലേ. ഇതാണ് ഈ ആക്ടിവിറ്റിയിൽ കാണുന്ന ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. നോർമലി വാട്ടർ ലെവൽ ഇത്രയാണ്, പക്ഷെ വെള്ളത്തിലേക്ക് കല്ലിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, എന്താ വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ലെവൽ? വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. എന്താ അതിന്റെ റീസൺസ് നോക്കാം, അടുത്തൊരു എക്സ്പെരിമെന്റ് കൂടി നോക്കിയിട്ട് പഠിക്കാം. ഫിൽ 3/4 of a trough with water. Keep a dry glass tumbler perpendicularly immersed in water in the trough. അതായത് ഈ പിക്ചർ നോക്കുക. ഈ പിക്ചർ ഇങ്ങനെ ഒരു വലിയൊരു ഗ്ലാസ് ടംബ്ലർ ഉണ്ട്. അതിലേക്ക് നമ്മുടെ എന്താണ് ഒരു ഗ്ലാസ്, കുപ്പി ഗ്ലാസ്സോ എന്ത് വേണേയാകാം, ഒരു നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ മഗ് എന്ന് പറയും അല്ലേ. ചില സ്ഥലങ്ങളിൽ പാട്ട അങ്ങനെ പലരോ വീട് പറയാറുണ്ട്. സോ ആ മഗ് എന്ത് ചെയ്യാണ്, അതുപോലെയുള്ള വസ്തുക്കൾ നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് നോക്കിയിട്ടുണ്ടാവും, നിങ്ങൾ എത്രയോ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നേരെ അല്ലാതെ ഒരു ഇത്തിരി ചരിവൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് എയർ ബബിൾസ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതാണ്. പക്ഷെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ ഒരു ചരിവില്ലാതെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് അത് സംഭവിക്കും. ആദ്യം എന്തായിരിക്കും ഉണ്ടായിരുന്നത്, ആദ്യം പെർപെൻഡിക്കുലർ അമർത്തുന്നതിൻ്റെ മുമ്പേ ഈ എന്താണ് ഈ ഗ്ലാസ് വെറുതെ ഒന്ന് വെച്ചിട്ട് നിൽക്കാം, വെറുതെ ഒന്ന് വെള്ളം വെക്കാം. അപ്പം അതിൻ്റെ വാട്ടർ ലെവൽ നോക്കാം. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടാമത്തെ സ്റ്റേജിൽ ഈ ഗ്ലാസ് എന്താണോ ഉള്ളത് അത് കുറച്ച് താഴോട്ടേക്ക് താഴ്ത്താം. സോ വാട്ട് ഹാപ്പൻ, ദ വാട്ടർ ലെവൽ ഈസ് ആൾസോ ഇൻക്രീസിങ്. ഇവിടെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങൾ കാണാം അല്ലേ. വി ക്യാൻ സീ ദാറ്റ് വാട്ടർ ലെവൽ ഈസ് ഇൻക്രീസിങ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഓക്കെ, എന്തുകൊണ്ട് വാട്ട് ഹാപ്പൻ ദാറ്റ്, വാട്ട് ഈസ് ദ റീസൺ, എന്താണ് അതിന് കാരണം? ഇത് താഴോട്ട് പോകുന്ന സമയത്ത് വാട്ടർ ലെവൽ എന്ത് ചെയ്യും, ഇത് കാരണം ആ ഇനീഷ്യൽ സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇതുപോലെ ഇതേ ലെവലിൽ വാട്ടർ എന്തുണ്ടാവും, ഈ ഗ്ലാസിന്റെ ഇതിലും ഉണ്ടാവും അല്ലെ. ഇതേ ലെവലിൽ എന്ത് ചെയ്യും, ഈ ഗ്ലാസിന്റെ ഉള്ളിൽ എന്തുണ്ട്, വെള്ളം ഉണ്ടാവും. പക്ഷെ ഇൻസൈഡ് അതിന്റെ മുകളിൽ ഇത്രയും ഭാഗത്ത് എന്തുണ്ടാവും, എയർ അടങ്ങിയിട്ടുണ്ടാവും, വായു, ഗ്യാസ് സ്റ്റേറ്റുള്ള വസ്തു ഉണ്ടാവും അല്ലെ. ഇനി നിങ്ങൾ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഗ്യാസ്. ഈ ഗ്യാസിന്റെ പ്രഷർ കാരണം താഴോട്ടേക്ക് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഇതിന്റെ വെയിറ്റ് കംപ്ലീറ്റ് എന്താണ് എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, മുകളിലോട്ട് ഊന്നുന്നത്. ഓക്കെ, സോ ഇതില് രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് എക്സ്പെരിമെന്റിൽ രണ്ട് കാര്യം മനസ്സിലാക്കുന്നുണ്ട്. രണ്ട് എക്സ്പെരിമെന്റിലൂടെ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ എന്താണ്, ഇതിന് സ്ഥിതി ചെയ്യാൻ എന്താണ്, ദ നീഡ് സം സ്പേസ്. ഓക്കെ, ഇതില് രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ ഗ്യാസ് ഇവിടെ ഉണ്ടല്ലോ, ഈ ഗ്യാസിന്റെ മാസ് കൊണ്ടാണ് ഈ വാട്ടർ എന്ത് ചെയ്യുന്നത്, മുകളിലോട്ട് പോകുന്നത് അല്ലേ. സോ in this air or gaseous state has also some എന്തുണ്ട്, സം മാസ്. ഇതിനെന്തുണ്ട്, മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന്, വായുവിനും മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമത്തത്, ഇറ്റ് ഹാസ് സം എന്താണ്, വോളിയം അല്ലെ. ഇതിനൊരു വ്യാപ്തമുണ്ട്, നിശ്ചിതമായിട്ടുള്ള ഒരു വോളിയം ഉണ്ട് ഇതില്. എന്നാൽ എന്താണ്, എവിടെ വേണമെങ്കിൽ പോവാം, പക്ഷെ ഈ ഒരു നിശ്ചിത വോളിയത്തിന്റെ ഉള്ളിൽ അല്ലെ, അതായത് ഇത്ര ഏരിയ ഉള്ളത് കൊണ്ട് മാത്രമാണ്, ഇത്രയും വോളിയം കണ്ടന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ എയർ അവിടെ നിന്നത്. അപ്പൊ അതിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ സ്പേസ് ആണ് അല്ലെ. എന്നാൽ വായു ഇവിടെ മൊത്തം ഉണ്ട്, ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ എവിടെയുണ്ട്. പക്ഷെ അതിന് വോളിയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് ആ കണ്ടെയ്നറിന്റെ വോളിയം ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ബലൂണിലാണ് എടുക്കുന്നതെങ്കിൽ ബലൂണിലെ എന്താണോ ഉള്ളത് ആ ഇതായിരിക്കും എന്തുണ്ടാവുക, അതിന്റെ
വോളിയമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, നമ്മൾ വലിയ ക്ലാസ് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്നത്. ഓക്കെ, സോ ഈ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാം. വായുവിന് മാസ് ഉണ്ട്, അതുപോലെ ഇറ്റ് ഹാസ് ആൾസോ സം വോളിയം, അതിന് വോളിയം നിശ്ചിത വോളിയം ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് നോക്കാം. ഇതിൽ ഈ പരീക്ഷണത്തിൽ ഇതാ എന്താണ്, ഹാങ് 2 balloons filled with air at the 2 ends of the 30 centimeter long metal scale. Affix a piece of cellotaps in the ഇത്രയോളം 2 ബലൂൺ എടുത്തിട്ട് ഒരു സ്കെയിലിൻ്റെ 2 അഗ്രത്തിൽ എന്താണ് തുല്യ സൈസിൽ വീർപ്പിച്ച ബലൂൺ ആയിരിക്കണം. ഇതാണ് ഇതിൻ്റെ നമ്മളെ ഒരു ഇത് പറയുന്നത്, തുല്യ സൈസിൽ നിർമ്മിച്ചിരിക്കുന്ന ബലൂൺ ആകണം, എങ്കിലേ നമുക്ക് ഈക്വൽ ആവുള്ളൂ. ഓക്കെ, അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 2 ബലൂൺ ഉണ്ട്. ഒന്നിൻ്റെ മുകളിൽ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഏകദേശം ബാലൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. ബാലൻസ് ചെയ്യുന്നതാണ് നമ്മളുടെ ഒരു നമ്മളുടെ ചലഞ്ച്. ഓക്കെ, അതായത് ഇവിടുന്ന് ഇത്ര ദൂരം കറക്റ്റ് ആക്കിയിട്ട് ലെവലാക്കി വെക്കുകയാണെങ്കിൽ, അങ്ങനെ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് റിസ്ക് ആണ്. ഓക്കെ, അങ്ങനെ ബലൂൺ നിറച്ച് വെച്ചിട്ട്, ബലൂണിൽ എയർ നിറച്ച് വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ സെല്ലോ ടാപ്പ് ഉണ്ട്. ഈ സെല്ലോ ടാപ്പിൻ്റെ മുകളിൽ ഞാൻ ഉള്ള ബലൂണിൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്, ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു നീഡിൽ കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു കുത്തു കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതിലുള്ള എയർ പുറത്തേക്ക് പോകും, ഇത് കിട്ടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, എന്തായിരിക്കും ഉണ്ടാകുക, ഇത് നേരെ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് താഴെ ഉണ്ടാകുക, അതോ ഇങ്ങോട്ടേക്ക് താഴെ ഉണ്ടാകുക, ഇങ്ങനെ അല്ലേ. ഇത് താഴോട്ടേക്ക് പോവുകയും ഇത് മുകളിലോട്ട് പോവുകയും ചെയ്യും അല്ലേ. അങ്ങനെയല്ല ഉണ്ടാകുക ആണല്ലോ. ഇപ്പം ഈ ബലൂണ് ഇങ്ങോട്ടേക്ക് പോവുകയും ഇത് മുകളിലോട്ട് പോവുകയും. ഇത് വാട്ട് ഈസ് ദ റീസൺ, അതായത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നില്ല, ഇത് താഴോട്ട് പോകാൻ കാരണം ഈ എയർ, ഇതിനുള്ളിൽ എയർ ഉണ്ടല്ലോ, ഈ എയർ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ എയറിന് ഇറ്റ് ഹാസ് സം ഡെഫിനിറ്റ് മാസ്, ഇതിനൊരു മാസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, താഴോട്ടേക്ക് പോകാൻ കാരണം അല്ലേ. ഗ്രാവിറ്റിയും ഒരു എഫക്റ്റാണ്, എക്സേഷൻ ഒരു ഗ്രാവിറ്റി ഉണ്ട്, അത് നമ്മൾ ഇതാക്കി എടുക്കുന്നില്ലെങ്കിലും താഴോട്ടേക്ക് പോകുന്നുണ്ട് അല്ലേ. സോ വാട്ട് ഈസ് ദ റീസൺ, ഈ ഇതിനുള്ള എയറിന് എന്തുണ്ട്, ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് വായുവിന് ഓക്കെ എയറിന് എന്തുണ്ട്, ഒരു മാസ് ഉണ്ട്, ഡെഫിനിറ്റ് മാസ് ഉണ്ട് എന്നാണ് ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ matter is anything that occupies space and has mass. അതായത് ഏതൊരു പദാർത്ഥത്തിനും എന്തുണ്ട് ഒരു അതിനൊരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്, അതൊരു പ്രത്യേക സ്ഥലം ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്, അതായത് അതിന് പ്രത്യേക സ്ഥലം ഒക്യുപ്പൈ ചെയ്യുന്നു. അതോടൊപ്പം അതിനെന്തുണ്ട്, ഒരു മാസും ഡെഫിനിറ്റ് മാസും ഉണ്ട്, ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ്, ഇത് ഒക്യുപ്പൈസ് സ്പേസ്, അതിൻ്റെ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഏതിപ്പം ഘടകമായാലും സോളിഡ് ആൻഡ് ലിക്വിഡ് ഓർ ഗ്യാസ് ഏതായാലും ഒക്യുപ്പൈസ് സ്പേസ് ഹാസ് എ മാസ്, അതിനൊരു മാസും ഉണ്ട് അല്ലേ. ഇതാണ് ഈ എക്സ്പെരിമെൻറ്റുകളിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇത് അവിടെ ഒരു കാര്യം കൂടി പഠിക്കാണ്ട്, എന്താണ് അതിൻ്റെ ഇത് കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം. പ്രോപ്പർട്ടി, അതിൻ്റെ ഹാസ് മാസ്, അതായത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് കൊടുത്തിട്ടുണ്ട്, ഹാസ് മാസ്. അപ്പോൾ മാസ് ഉണ്ടോ, സോളിഡിന് മാസ് ഉണ്ടോ, ഉണ്ട് ഇല്ലേ. ഇപ്പോൾ നമ്മളൊരു എന്താണ് ഒരു ഇരുമ്പിൻ്റെ കഷ്ണം എന്തായാലും ആ സോളിഡായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുണ്ടാവും, ഒരു മാസ് ഉണ്ടാവും. ലിക്വിഡിന് മാസ് ഉണ്ടാവില്ലേ, ഒരു പാത്രത്തിൽ ഒത്തിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് നിങ്ങൾ ആക്കി വെച്ച് നോക്കുക, ഇറ്റ്സ് ആൾസോ മാസ്. ആൻഡ് ഗ്യാസിന് എന്തുണ്ട്, ഇറ്റ്സ് ആൾസോ മാസ്, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഹാസ് ഡെഫിനിറ്റ് വോളിയം, അതിനൊരു ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും അല്ലേ. നോക്കാം, ഇതിനൊരു വോളിയം ഉണ്ട്, സോളിഡിനൊരു വോളിയം ഇല്ലേ ഉണ്ട്. ദെൻ സോളിഡിന് ഒരു വോളിയം ഉണ്ട്, നിശ്ചിത ഡെഫിനിറ്റ് ആയിട്ട് വോളിയം ഉണ്ട്. പക്ഷെ ലിക്വിഡിന് ഗ്യാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഉണ്ട്, അത് ഏതിൻ്റെ വോളിയമാണ്, ആ ദാറ്റ് ഒക്യുപ്പൈ ദ എന്താണ്, ആ ഏത് പാത്രമാണോ എടുക്കുന്ന ആ പാത്രത്തിൻ്റെ വോളിയം. ലിക്വിഡ് ആ പാത്രത്തിൽ ഏത് പാത്രത്തിലാണോ ഉള്ളത് അതിൻ്റെ വോളിയം ആയിരിക്കും അതിലുണ്ടാവുക. ഗ്യാസിനും ഏതാണോ ആ പാത്രം എടുക്കുന്നത് ആ വോളിയം ആയിരിക്കും ഗ്യാസിൻ്റെ വോളിയം. എന്നാൽ സോളിഡ് ഒരു എന്താണ്, ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും, ഫിക്സഡ് ആയിട്ട് വോളിയം ഉണ്ടാവും. ആസ് പെർമനന്റ് ഷേപ്പ്, സോളിഡിന് എന്തുണ്ട്, ഒരു പെർമനന്റ് ഷേപ്പ് ഉണ്ട്. പക്ഷെ ലിക്വിഡിന് എന്തില്ല, ഒരു പെർമനന്റ് ഷേപ്പ് ഉണ്ടാവില്ല. അത് ആ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പ് ആയിരിക്കും. ഗ്യാസിനോ അതിനൊരു പെർമനന്റ് ഷേപ്പ് ഇല്ല, ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പെർമനന്റ് അതിൻ്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇത് അവിടെ പറഞ്ഞിരിക്കുന്നത്
പ്ലാസ്മ ആൻഡ് അതർ സ്റ്റേറ്റ്സ്. ഇത് മാത്രമൊന്നുമില്ല കേട്ടോ, ഇതിന് കൂടുതലും 12 എന്താണ് നമ്മൾ സ്റ്റേറ്റ്സുകളൊക്കെ നമ്മളുണ്ട്. അത് നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ ചെറിയ ഇതിനനുസരിച്ചുള്ള പഠിക്കണം. മാറ്റർ ഈസ് ആൾസോ ഫൗണ്ട് ഇൻ സ്റ്റേറ്റ്. അതായത് നമ്മൾ സാധാരണ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുന്ന 3 അവസ്ഥയെ കുറിച്ച് പഠിച്ചിട്ടുള്ളൂ അല്ലേ. നാലാമത്തെ അവസ്ഥയാണ് നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഫോർത്ത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഈസ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണത് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഭൂമിയിൽ വളരെ റെയർ ആയിട്ടേ കാണപ്പെടുന്നുള്ളൂ. ഓക്കെ, പ്ലാസ്മ സ്റ്റേറ്റ് നമുക്കൊരു പരിധിയൊക്കെ ഒരു ചെറുതായിരിക്കും പറയുകയാണെങ്കിൽ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന അതിൻ്റെ ചുറ്റുപാടുണ്ടാകുന്ന ആ ദീപത്തിൻ്റെ ചുറ്റുപാടുണ്ടാകുന്ന ആ സ്പേസ് ഒക്കെ ഒരു പ്ലാസ്മ സ്റ്റേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയെങ്കിലും മനസ്സിലാകും. ആ ഒരു മെഴുകുതിരിയുടെ ചുറ്റുമുള്ള അത് വേണമെങ്കിൽ പറയാം. സോ ദാറ്റ് ഈസ് പ്ലാസ്മ സ്റ്റേറ്റ്. ഓക്കെ, matter is found in plasma state in the center part of the sun and other stars. സെൻട്രൽ പാർട്ട് സണ്ണിൻ്റെയും അതുപോലുള്ള എല്ലാ സ്റ്റാറുകളുടെ സെൻട്രൽ എന്താണ് ഈ പ്ലാസ്മ സ്റ്റേറ്റുകൾ അറിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്മ ഈസ് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ഇൻ അയണൈസ്ഡ് സ്റ്റേറ്റ് അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ. അതായത് ഇത് ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. നമ്മൾ അത് സണ്ണൊക്കെ കണ്ടാൽ അറിയാലോ, അത്രയും ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ആ ഹൈ ടെമ്പറേച്ചറിൽ ഈ പാർട്ടിക്കിൾസ് ഒക്കെ അയോണുകളായിട്ടാണ് പഠിക്കുക. അത് നമുക്ക് 9ാം ക്ലാസ്സിൽ അയോണുകൾ എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് പഠിക്കാം. അയോണുകളായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കാണപ്പെടുക. അയോണൈസേഷൻ എന്നൊക്കെ പഠിക്കാണ്. ഓക്കെ, സോ അയോണുകളായിട്ടുകളായിരിക്കും എന്തുണ്ടാകുക, ഈ പാർട്ടിക്കിൾസ് ഒക്കെ കാണപ്പെടുക ഇതിൽ ഈ പ്ലാസ്മ സ്റ്റേറ്റിൽ. അത് നമുക്ക് വലിയ ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ദ 5th and 6th state of matter is named as Bose-Einstein condensation and fermionic condensation respectively. 5ാമത്തത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ, 6ാമത്തെ ഫെർമിയോണിക് കണ്ടൻസേഷൻ, അങ്ങനെ പലതുണ്ട്. ഇനി കുറേ അങ്ങോട്ട് പഠിക്കാണ്ട്. ഓക്കെ, അനദർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഈസ് സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. അതായത് അടുത്തത് സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾ ദീസ് സ്റ്റേറ്റ്സ് ക്യാൻ ബി ജനറേറ്റഡ് in the laboratory only under special condition. അതായത് ഇങ്ങനത്തൊക്കെ പ്രകൃതിയിൽ നാച്ചുറലായിട്ട് കാണപ്പെടത്തില്ല. ഈ സ്റ്റേറ്റുകളൊന്നും എന്ത് ചെയ്യില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാസ്മ മുതൽ അങ്ങോട്ടുള്ള സബ്സ്റ്റൻസുകൾ ഈ സ്റ്റേറ്റുകളൊന്നും എന്ത് ചെയ്യില്ല നമുക്ക് നാച്ചുറലായിട്ട് ശരിക്കും കണ്ടോളുന്നില്ല. പക്ഷെ അതിന് പകരം അതെന്ത് ചെയ്യും ലബോറട്ടറിയിൽ ആർട്ടിഫിഷ്യലി നമുക്ക് എന്ത് ചെയ്യാം, നിർമ്മിച്ചെടുക്കുന്നതാണ് ഈ സ്റ്റേറ്റുകളൊക്കെ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ. ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. എന്തൊക്കെയായാലും പറയുന്നത്, ഫിൽ 3/4 ഓഫ് ദി ബീക്കർ വിത്ത് വാട്ടർ. അതായത് 3/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കുക. പുട്ട് 2 or 3 ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് സ്റ്റെർ ഇറ്റ് വെൽ. അതായത് ആ പാത്രത്തിലേക്ക് 2 or 3 എന്താണ് ക്രിസ്റ്റൽസ് ആയിട്ടുള്ള ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വയലറ്റ് കളറായിട്ടുള്ള ഈ കളർ, ഏകദേശം ഈ കളറോളം വരുന്ന ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ്. ഓക്കെ, അത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ലിക്വിഡ് ആ വെള്ളത്തിലേക്ക് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് നന്നാക്കി ഇളക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിൽ കംപ്ലീറ്റ്ലി മിക്സ് ആവും അല്ലേ. ക്യാൻ സീ ദ ക്രിസ്റ്റൽസ് 2-3 തുള്ളിയുള്ളൂ, അത് കാണുമോ ഇല്ലേ, ക്രിസ്റ്റൽസ് കാണില്ല, കംപ്ലീറ്റ്ലി അത് ചെയ്യും ലയിച്ചിരിക്കും അല്ലേ, ഡിസോൾവ്ഡ്. ഓക്കെ, ഡിസോൾവ്ഡ് അല്ലേ. വൈ ദ particle cannot be seen even through potassium permanganate is present in the solution. ആ സൊല്യൂഷനിലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് നമ്മൾ കാണാത്തത് എന്താണ്, എന്തുകൊണ്ടാണ്, അത് ടൈനി പാർട്ടിക്കിൾസ് ആയതുകൊണ്ടാണ്, വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ടാണ് അത് അതിൽ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. it may therefore be inferred that each crystals of potassium permanganate is made up of cores
ഓഫ് ടൈനി പാർട്ടിക്കിൾസ്, അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളായ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ എത്ര പറയാനുള്ളത്? ഈച്ച് സബ്സ്റ്റൻസസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് വിച്ച് കനോട്ട് ബി സീൻ വിത്ത് naked eye. These particles bear all the properties of substances. അതായത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് ഇതേ സ്വഭാവത്തോടുകൂടി അതിൻ്റെ നമ്മൾ നേരത്തെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് അതേ സ്വഭാവത്തുള്ള ഏറ്റവും ചെറിയ സബ്സ്റ്റൻസുകളുണ്ട് അല്ലേ, നമ്മൾ മോളിക്യൂൾ സെക്ഷൻസ് ഒക്കെ പറയും. അതായത് ഈ സബ്സ്റ്റൻസസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ, ഇതൊക്കെ ഉണ്ടാക്കിയത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ദീസ് പാർട്ടിക്കിൾസ് ബിയർ ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി സബ്സ്റ്റൻസ്, അതിൻ്റെ ഈ സബ്സ്റ്റൻസിൻ്റെ എല്ലാ സ്വഭാവത്തോടു കൂടി ഏറ്റവും ചെറിയ കണിയാണ്. ദാറ്റ് ഈസ് നോൺ ഈസ് മോളിക്യൂൾസ് എന്ന് പറയും. നമുക്ക് വലിയ കുറച്ചുകൂടി പഠിക്കാം. ഓക്കെ, arrange the particles in the different states of matter. Okay, arrange the particles in the different states of matter. എന്തൊക്കെയാണ്? അപ്പോൾ നോക്കാം, ഇതിൽ ചിത്രത്തിൽ ഒരു ചിത്രം കാണാം. സോളിഡ് ലിക്വിഡ് ഗ്യാസ്, സോളിഡ് ലിക്വിഡ് ഗ്യാസ് നോക്കാം. ഇവിടുത്തെ കേസിൽ സോളിഡിൽ ഒരുപാട് ആറ്റം കണ്ടന്റ് ഉണ്ട്, ആറ്റംസ്. ഈ ആറ്റം എന്താണ്, എല്ലാം ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഇതുണ്ട്. അല്ല ആറ്റംസ് ഒക്കെ എന്ത് ചെയ്യാണ്, എല്ലാം എന്താണ് ഒരു ക്രമമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ വളരെ കുറവായിരിക്കും, ക്ലോസ് ആയിട്ടിരിക്കും അത് ആറ്റംസ് എന്ത് ചെയ്യുന്നത് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോളിഡിൽ. അതുകൊണ്ട് ഒരു റിജിഡ് സ്ട്രക്ചർ, അതായത് ഒരു റിജിഡ് സ്ട്രക്ചർ ആയിട്ടായിരിക്കും എന്തുണ്ടാകുക സോളിഡിൽ ഉണ്ടാകുക. ഓക്കെ, എന്നാൽ ഗ്യാസ് ലിക്വിഡിൻ്റെ കേസിൽ എന്താണ്, അതിൽ ആറ്റംസ് ഒക്കെ എന്താണ് കുറച്ച് അങ്ങോട്ടൊക്കെ അങ്ങോട്ട് അതിന് ഒഴുകി നടക്കാനുള്ള എന്തുണ്ടാവും, സൗകര്യം ഉണ്ടാവും. എന്നാൽ അത്രയും ഫ്ലുവൻ്റായിട്ട് പോകാൻ പറ്റത്തില്ല, എന്നാൽ അത്യാവശ്യത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഒക്കെ ഇതിലുണ്ടാവും. ഇതിൽ അത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരാറ്റവും മറ്റൊരു ആറ്റവും തമ്മിലുള്ള ഗ്യാപ്പ് സോളിഡിനെ അപേക്ഷിച്ചിട്ട് എന്താണ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതുകൊണ്ട് അതിന് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് പോകാം. എന്നാൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആറ്റംസ് ഒക്കെ എന്താണ് ഒരുപാട് ദൂരത്തിലേക്കായിരിക്കാം. അതുകൊണ്ട് അത് ഹൈ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിതിലൊരു ചെറിയ കാര്യം പറയാം. നിങ്ങൾ ആദ്യം ഒരു ചെറിയ റൂമിലാണ് ഇട്ടിരിക്കുന്നത് വിചാരിക്കുക, വളരെ ചെറിയ റൂമിൽ നിങ്ങൾ ഇട്ടു. അതിലൊരു ചെറിയ റൂമിൽ ഒരു 50 പേരെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങളെല്ലാവരും കൂടി തിങ്ങി നിറഞ്ഞ് നിൽക്കില്ലേ? ആ അവസ്ഥയായിരിക്കും സോളിഡ് സ്റ്റേറ്റിലുണ്ടാകും. എന്നാൽ ഈ 50 റൂമിലെ ആളുകളെ കുറച്ചും കൂടി വലിയ റൂമിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാൻ പറ്റില്ല അല്ലേ. എന്നാൽ ഗ്യാസിൻ്റെ സ്റ്റേറ്റിൽ ആ 50 പേരെ ഒരു വലിയ ഹാളിൽ കൊണ്ടുപോയിട്ടാൽ എന്ത് സംഭവിക്കും, ഇവർ അങ്ങോട്ടും ഓടിയൊക്കെ നടക്കില്ലേ. ആ അവസ്ഥയായിരിക്കും എന്തുണ്ടാകുക ഗ്യാസ് സ്റ്റേറ്റിലുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതായത് അടുത്ത ടോപ്പിക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, താങ്ക് യു. Please watch, share, subscribe and click bell icon for further use. Thank you. Please follow our Telegram channel.